പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി പോലീസ്. കണ്ടാലറിയാവുന്ന പ്രവർത്തകരെ കണ്ടെത്തി ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. കണ്ടാലറിയുന്ന 300 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതേവരെ 12 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലായി വരുന്നൊരു വിവരം, റെയ്ഡിന് ശേഷമുണ്ടായ അക്രമങ്ങളിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ്. പോലീസിനെ ആക്രമിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്നവർക്കെതിരെ മ്യൂസിയം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. FIRന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭ്യമായിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരിമോഹൻ, 12 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ, പ്രതികളുടെ കാര്യത്തിൽ ഏതു തരത്തിലാണ് പോലീസിന്റെ നീക്കം പ്രതീക്ഷിക്കേണ്ടത്? മറ്റൊന്ന്, കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് നടപടി എങ്ങനെ പ്രതീക്ഷിക്കണം? പുതിയ കേസിന്റെ വിവരങ്ങളും ഹരിമോഹൻ. റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെയാണ് രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തത്. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണത്തിലാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ തന്നെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണിത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമാനമായിട്ടുള്ള ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് ഈ FIRലും ചുമത്തിയിരിക്കുന്നത്. ആദ്യ കേസിൽ 11 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്നു. ലഹളയുണ്ടാക്കൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമ്പോൾ അതിനെ തടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും CPM പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് കല്ലുകൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെ ഇവർ ചെയ്തത്. ആ സമയത്ത് പോലീസ് ഇവരെ തടയാൻ ശ്രമിച്ചു. പോലീസിന് നേർക്കും കല്ലേറുണ്ടായി. പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു. ഒപ്പം തന്നെ ഈ പ്രതികൾ പോലീസുകാരുടെ ഡ്യൂട്ടി ചെയ്യാൻ ഇടയാകാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇവരുണ്ടാക്കിയതെന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് FIRൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റുകൾക്കാണ് ഇതിനകത്ത് സാധ്യതയുള്ളത്. പക്ഷേ ഇന്നലെ CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഏറെ നേരം പോലീസ് നിലയുറപ്പിച്ചതിന് ശേഷമാണ് ചില പ്രതികളെ വിട്ടുകൊടുക്കാൻ വേണ്ടി CPM തയ്യാറായത്. പക്ഷേ അതിനുശേഷവും കൂടുതൽ അറസ്റ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി ചില അറസ്റ്റുകൾ നടക്കുമെന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കൂടുതൽ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്താണ് ഇന്നലെ CPMകാർക്ക് പോലീസ് കൈമാറിയത്. ഈ പറയുന്ന ആളുകളെ തങ്ങൾക്ക് കിട്ടാതെ തങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നുള്ള വാശിയോടുകൂടി പോലീസ് അവിടെ നിലയുറപ്പിക്കുകയും പ്രതികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് CPM അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ADGP നേരിട്ടെത്തിക്കൊണ്ട് ഒരു സമവായ ശ്രമം എന്നുള്ള നിലയിൽ ചില പ്രതികളെ മാത്രം വിട്ടുകൊടുത്തത്. അതിൽ 3 പ്രതികളെ അവിടെ നിന്നും, ഒരു പ്രതിയെ മറ്റൊരു സാഹചര്യത്തിലും വേറൊരു പ്രതിയെ പുറത്തു നിന്നുമാണ് പോലീസ് പിടിച്ചത്. ഇങ്ങനെ 5 പ്രതികളുടെ അറസ്റ്റാണ് പോലീസ് ഇതേവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് 10 മണിയോടുകൂടി അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ളത് പോലീസിനും അറിയാം. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക പോലീസിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അറസ്റ്റ് വൈകുന്നതിനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പോലീസ് നടപടിയുടെ തുടർന്ന് ഉള്ള നീക്കങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ശരി, ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസുകാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.